ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ഒരു ഫ്ലുവൻസിയുടെ സ്റ്റേജിലാണ്. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവുകൾ കടന്നു വരും. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഇത്രയൊക്കെ മതി, ഒരുപാട് കാര്യങ്ങളായി, ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെ പല നെഗറ്റീവുകളും പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും. അങ്ങനെ ഇതുപോലെയുള്ള നെഗറ്റീവുകളെയാണ് നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യേണ്ടത്, അല്ല നല്ല കാര്യങ്ങളല്ല. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രാക്ടീസ് ചെയ്യൽ നിർത്തരുത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡു അതുപോലെ ഡസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാമെന്നല്ലേ. കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുക, ഉത്തരം നൽകുക, അല്ലേ? ചോദിക്കുക, ഉത്തരം നൽകുക. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുണ്ടാവണം, അത് ഉണ്ടാക്കിയെടുക്കണം. അതാണ് നമ്മുടെ മെയിൻ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യൽ നിർത്തരുത്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ മനസ്സ് എന്തും പറയും, നെഗറ്റീവ് പറയും, പറഞ്ഞോട്ടെ, പക്ഷെ നമ്മളതൊന്നും കേൾക്കില്ല. ക്ലിയർ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡു ഡസ് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ക്ലാസ്സാണ്. കാരണം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഡിഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. എന്താണ് ഡിഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം ഞാൻ പറയാണ്, കഴിഞ്ഞു പോയ എന്ത് കാര്യമാണെങ്കിലും, നിങ്ങൾ എന്തുകൊണ്ട് ഇന്നലെ അവിടെ പോയില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നില്ല? ഇന്നലെ വൈകുന്നേരങ്ങൾ എവിടെയാണ് പോയത്? നിങ്ങളുടെ ഫാദർ എന്താണ് വായിച്ചത് ഇന്ന് രാവിലെ? ഇതുപോലെ പല ചോദ്യങ്ങളും നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഡിഡ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. ഓക്കെ, അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഒരു 10 സെൻറ്റൻസ് മതി, അല്ലെങ്കിൽ ഒരു 5 മതി എന്നും ചിന്തിക്കാതെ ഒരു 25 30 എത്ര കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര കഴിയും അത്രയും ചെയ്തുകൊണ്ടേയിരിക്കുക പ്രാക്ടീസ്. കാരണം വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്നത്തെ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം ഡിഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം നോക്കാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് WH വേർഡ്. എന്ത് എന്നുള്ളതെന്ന് പറയാം വാട്ട്, എവിടെ എന്ന് പറയാം വെയർ, വെൻ എപ്പോൾ, ഹൗ എങ്ങനെ, വൈ എന്തുകൊണ്ട്, വാട്ട് ടൈം ഏത് സമയം, അതുപോലെ ഹൗ മെനി ഹൗ മച്ച് എത്ര. അതിനുശേഷം നമുക്ക് എന്ത് ഉപയോഗിക്കണം? ഡിഡ് ഉപയോഗിക്കണം. ഡിഡിന്റെ നെഗറ്റീവാണ് ഡിഡിൻറ്റ്. ഡിഡിന്റെ നെഗറ്റീവാണ് ഡിഡിൻറ്റ്. ഓക്കെ, ഇതിന് ശേഷം നമുക്കറിയാം സബ്ജക്റ്റ്, അത് ചേർക്കണം. ഏതും ചേർക്കണം. അത് സിംഗുലർ ആയാലും കുഴപ്പമില്ല, പ്ലൂറൽ ആയാലും കുഴപ്പമില്ല, ഹി ആണെങ്കിൽ കുഴപ്പമില്ല, ഐ ഷി എന്താണ് കുഴപ്പമില്ല. അതിനൊക്കെ കൂടെ ആകെ ഒരു വേർഡേ വരാൻ പാടുള്ളൂ, ഹെൽപ്പിംഗ് വെർബ്, ദാറ്റ് ഈസ് ഡിഡ്. അതാണ് ഡിഡ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിഡിന്റെ കൂടെ ചേർക്കേണ്ടത് വെർബ് ഫസ്റ്റ് ഫോം ആണ്. അതിന്റെ കാരണം ഡിഡ് ഓൾറെഡി സെക്കൻഡ് ഫോം ആണ്. ഡിഡ് എന്ന് പറയുന്നത് ഓൾറെഡി സെക്കൻഡ് ഫോം ആണ്. പിന്നെ അതിന്റെ കൂടെ വേറൊരു സെക്കൻഡ് ഫോം ചേർക്കരുത്. 2 സെക്കൻഡ് ഫോം ഒന്നും ഒരുമിച്ച് വരാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഡിഡിന്റെ കൂടെ വെർബ് ഫസ്റ്റ് ഫോം, നോ ഡൗട്ട്. അത് കഴിഞ്ഞിട്ട് പാസ്റ്റിനെ കാണിക്കുന്ന ഏത് വേർഡും നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരണം എന്താണ് പറയാവുന്നതാണ്. ഓക്കെ, അത് കുഴപ്പമില്ല, ഏതും പറയാം. ഇതിലൊന്നും നിങ്ങൾക്ക് അറിയാത്തൊരു വേർഡും ഇല്ല. കണ്ടോ, ഇതാണ് ടുഡേ അറിയില്ലേ, ലാസ്റ്റ് നൈറ്റ് അറിയില്ലേ, കഴിഞ്ഞ രാത്രി, ലാസ്റ്റ് വീക്ക്, അതുപോലെ ഓൺ യുവർ ബർത്ത്ഡേ, നിങ്ങളുടെ ജന്മദിനത്തിൽ, അതുപോലെ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് അറിയാത്തൊരു കാര്യമില്ല. ഇനി നമുക്ക് 1 by 1 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. എനിക്ക് നിങ്ങൾ ചോദിക്കണം, എന്ത്? ഇന്ന് രാവിലെ നിങ്ങൾ എന്താണ് ചെയ്തത്? ഇന്ന് രാവിലെ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കണം. അപ്പോൾ പറയാം, അപ്പൊ എന്താണ് വാട്ട്, അതിന്റെ കൂടെ ഡിഡ്, യു, എന്തായി വാട്ട് ഡിഡ് യു ചെയ്യുക, ഡു. വാട്ട് ഡിഡ് യു ഡു ദിസ് മോർണിംഗ്? വാട്ട് ഡിഡ് യു ഡു ദിസ് മോർണിംഗ്? ഇന്ന് രാവിലെ നിങ്ങൾ എന്താണ് ചെയ്തത്? ഇതാണ് ചോദ്യം. പക്ഷെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഫിക്സ്ഡ് ആണോ? അല്ല. എന്ത് പറയണമെന്ന് നമ്മളാണ് തീരുമാനിക്കുക. എന്തും പറയാം. നിങ്ങൾ എന്നോട് ചോദിച്ചു, സാർ വാട്ട് ഡിഡ് യു ഡു ദിസ് മോർണിംഗ്? സാർ ഇന്ന് രാവിലെ എന്താണ് ചെയ്തത്? അപ്പം ഞാൻ പറയും, ഐ വെന്റ് ടു ദ മാർക്കറ്റ് ദിസ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഉത്തരം കൊടുക്കുമ്പോൾ അവിടെ വെർബ് സെക്കൻഡ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം ചോദിച്ചത് പാസ്റ്റിനെ കുറിച്ചാണ്, ഡിഡ് ഉപയോഗിച്ചാണ്. ഓക്കെ, ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഡിഡ് ഉപയോഗിച്ചു, പക്ഷെ നമ്മൾ പറയുമ്പോൾ ഡിഡ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഗോ പറയരുത്, വെന്റ് തന്നെ പറയണം, സെക്കൻഡ് ഫോം പറയണം. ഐ വെന്റ് ടു ദ മാർക്കറ്റ് ദിസ് മോർണിംഗ്.
ഇനി നിങ്ങൾ ഗോ ആണ് പറയുന്നെങ്കിലോ, നിങ്ങൾ എന്നോട് ചോദിച്ചു, സാർ ഇന്ന് രാവിലെ എന്താണ് ചെയ്തത്? അപ്പം ഞാൻ പറയാണ് മലയാളത്തിൽ, ഇന്ന് രാവിലെ ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട് എന്നായി. അങ്ങനെ ആരും പറയുമോ? നമ്മൾ കാരണം ഗോ എന്ന് പറയുന്നത് ഐ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകാറുണ്ട് എന്നാണ്. അതിൻ്റെ പാസ്റ്റാണ് ഐ വെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്നോട് ചോദിച്ചു, വാട്ട് ഡിഡ് യു ഡു ദിസ് മോർണിംഗ് സർ? ഞാൻ പറയുന്നു, യെസ് ഐ ഗോ ടു ദ മാർക്കറ്റ് ദിസ് മോർണിംഗ്. എന്താ അർത്ഥം? ഇന്ന് രാവിലെ ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട്. ഇന്ന് രാവിലെ ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട് എന്നാ, അങ്ങനല്ലേ പറയാം. അപ്പം നമ്മൾ ഉത്തരം പറയുമ്പോൾ എന്ത് വേണമെന്നറിയോ? ഇതിൻ്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കണം, പാസ്റ്റ് ഫോം ഉപയോഗിക്കണം. ഡു ആണെങ്കിലോ ഡിഡ് ഉപയോഗിക്കുക, വർക്ക് ആണെങ്കിലോ വർക്ക്ഡ്, അതുപോലെ ഗെറ്റപ്പ് ആണെങ്കിലോ ഗോട്ടപ്പ്, അതുപോലെ ഗോ ടു ബെഡ് വെൻ ടു ബെഡ്, മീൻഡ്, എക്സ്പെക്ട് എക്സ്പെക്റ്റഡ്. ഇതുപോലെ എന്ത് ചെയ്യുക? ഇതുപോലെ വെർബ് സെക്കൻഡ് ഫോം ഉപയോഗിക്കണം നിങ്ങൾ ഉത്തരം പറയുമ്പോൾ. ചോദിക്കുമ്പോൾ ഡിഡ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ഡിഡിൻ്റെ കൂടെ വെർബ് ഫസ്റ്റ് ഫോം. ഇനി നിങ്ങൾ ചോദിച്ചു എന്താണ് സാർ എന്താണ് ചെയ്തത്? അപ്പം ഞാൻ പറയാണ് ഐ വെന്റ് ടു ദ മാർക്കറ്റ് ദിസ് മോർണിംഗ്, അല്ലെങ്കിൽ ഐ റെഡ് ദ ന്യൂസ് പേപ്പർ ദിസ് മോർണിംഗ് എന്ന് പറയാലോ, എന്ന് പറഞ്ഞൂടെ? യെസ്. അല്ലെങ്കിൽ ഐ പ്ലേഡ് ക്രിക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പം എന്ത് പറയണം എന്ന് നമ്മളാണ് തീരുമാനിക്കുക. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് രാവിലെ നിങ്ങളുടെ ബ്രദർ എന്താണ് ചെയ്തത് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? വാട്ട് ആദ്യം ചേർക്കുക. വാട്ട് ഡിഡ് വരിക. വാട്ട് ഡിഡ് യുവർ ബ്രദർ ഡു ദിസ് മോർണിംഗ്? നിങ്ങളുടെ ബ്രദർ ഇന്ന് രാവിലെ എന്താണ് ചെയ്തത്? മൈ ബ്രദർ വെന്റ് ടു ദ മാർക്കറ്റ്. മൈ ബ്രദർ പ്ലേഡ് ക്രിക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ വിത്ത് ഹിസ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയാം. അതുപോലെ ഹി, അല്ലെങ്കിൽ നമുക്ക് മൈ ബ്രദർ എന്ന് ഒഴിവാക്കിയിട്ട് ഹിയും ചേർക്കാവുന്ന കേട്ടോ. ഇങ്ങനെ ഹി ചേർക്കാം. ഹി റെഡ് ദ ന്യൂസ് പേപ്പർ. ഹി റോട്ട് എ ലെറ്റർ. അവനൊരു ലെറ്റർ എഴുതി. ഏതും നമുക്ക് പറയാവുന്നതാണ്, സിമ്പിളാണ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുകയാണ് വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ. ഇത് വേർന്നല്ല കേട്ടോ, വേർന്നല്ലത് ആയിരുന്നു എന്നല്ലേ വേർ. ഇത് വെയർ ആണ്. വെയർ എന്നാണ് വെയർ. ഓക്കെ, വെയർ ഡിഡ് യു ഗോ യെസ് ലാസ്റ്റ് നൈറ്റ്. ഞാൻ ചോദിക്കുകയാണ് വെയർ ഡിഡ് യു ഗോ ലാസ്റ്റ് നൈറ്റ്? കഴിഞ്ഞ രാത്രി നിങ്ങൾ എവിടെയാണ് പോയത്? അപ്പം നിങ്ങൾ പറയാം, അപ്പം പറയുമ്പോൾ ഉത്തരം പറയുമ്പോൾ ഗോ എന്ന് പറയരുത്, സെക്കൻഡ് ഫോം പറയണം. ഐ വെന്റ് ടു ദ മാർക്കറ്റ് ലാസ്റ്റ് നൈറ്റ്, അല്ലെങ്കിൽ ഐ വെന്റ് ടു മൈ ഫ്രണ്ട്സ് ഹൗസ് ലാസ്റ്റ് നൈറ്റ്. കഴിഞ്ഞ രാത്രി ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിരുന്നു. അല്ലെങ്കിൽ എനിക്ക് പറയണം കഴിഞ്ഞ രാത്രി ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിരുന്നു എന്ന് പറയുമ്പോൾ ഐ വെന്റ് ടു മൈ മദേഴ്സ് ഹൗസ് ലാസ്റ്റ് നൈറ്റ്. ഇനി ഞാൻ വെൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചോദ്യം പറയാം. വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ. ഞാൻ പറയാണ് വെൻ ഡിഡ് യു കം ഹിയർ? നിങ്ങൾ ഇവിടെ എപ്പോഴാണ് വന്നത്? അപ്പോൾ നിങ്ങൾ പറയാം യെസ് ഐ കെയിം ഹിയർ. ഉത്തരം പറയുമ്പോൾ കെയിം വരണം. ഐ കെയിം ഹിയർ ദിസ് മോർണിംഗ്. ഞാൻ ഇന്ന് രാവിലെയാണ് വന്നത്. ഐ കെയിം ഹിയർ ദിസ് ആഫ്റ്റർനൂൺ. ഞാൻ ഈ ഉച്ചക്കാണ് ഇവിടെ വന്നത്. അങ്ങനെ നമുക്ക് എന്തും പറയാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ അടുത്ത് ചോദിക്കുകയാണ് യെസ് ഹൗ. ഓക്കെ, ഹൗ ഡിഡ് യു ഗോ ടു വർക്ക് യെസ്റ്റർഡേ? എന്താർത്ഥം? നിങ്ങൾ ജോലിക്ക് എങ്ങനെയാണ് ഇന്നലെ പോയത്? ഇന്നലെ എങ്ങനെയാണ് നിങ്ങൾ ജോലിക്ക് പോയത്? അപ്പോൾ പറയാം യെസ് ഐ വെന്റ് എന്ന് പറയുന്നത് ഐ വെന്റ് ടു വർക്ക് ബൈ ബസ്. ഐ വെന്റ് ടു വർക്ക് ബൈ കാർ. ഇനി നിങ്ങൾ നടന്നാണ് പോയതെങ്കിലോ ഇങ്ങനെ പറയാം ഐ വെന്റ് ടു വർക്ക് ഓൺ ഫുഡ്. എന്താ പറയാ? ഐ വെന്റ് ടു വർക്ക് ഓൺ ഫുഡ്. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഒരു ടേബിളിൽ മാത്രമായിട്ട് ഒതുക്കരുത്. കാരണം ഈ ടേബിളിൽ നമ്മുടെ കയ്യിൽ കുറച്ചേ ഉള്ളൂ അല്ലേ വെർബ് ഫസ്റ്റ് ഫോം. പക്ഷേ നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ബൂസ്റ്റർ നമ്മുടെ ബുക്കിൽ പേജ് നമ്പർ 48, 49, 50, 51, 52 5 പേജുകളുണ്ട്. ഈ 5 പേജുകളിലും 100+ എന്താണ് വെർബുകളാണ്. അപ്പോൾ ആ വെർബുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യണം നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. ഈ ഒരു ഡിഡുണ്ടല്ലോ ഇത് വെച്ച് ഞാൻ മാക്സിമം നിങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ സ്വയം ചോദിക്കുക.
സ്വയം ചോദിക്കുക. സെൽഫ് ടോക്ക് എന്താണ്? സ്വന്തമായിട്ട് സംസാരിക്കുക, സെൽഫ് ടോക്ക് നടത്തണം. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക, അതുപോലെ ഉത്തരം നിങ്ങൾ തന്നെ സ്വയം നൽകുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഇനിയാണ് വൈ. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എന്നർത്ഥം. എന്തുകൊണ്ട്? നമ്മൾ പലപ്പോഴും നെഗറ്റീവുകൾ ചോദിക്കാൻ വേണ്ടി വൈ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഞാൻ പറയാണ്, നിങ്ങൾ ഇന്നലെ എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അവിടെ പോയില്ല? നിങ്ങൾ എന്തുകൊണ്ട് അവളെ സഹായിച്ചില്ല? എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വൈ ആണ് ഉപയോഗിക്കുക അല്ലേ? ഇപ്പം ഞാൻ പറയാണ്, നിങ്ങൾ ഇന്നലെ എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നില്ല? വൈ ഡിഡൻറ്റ്, നെഗറ്റീവ് വരണം. വൈ ഡിഡൻറ്റ് യു കം ടു മൈ ഹോം യെസ്റ്റർഡേ? വൈ ഡിഡൻറ്റ് യു കം ടു മൈ ഹോം യെസ്റ്റർഡേ? എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നില്ല? അവരോട് പറയണം. പറയുമ്പോൾ സെക്കൻഡ് ഫോം, ഉത്തരം പറയുമ്പോൾ സെക്കൻഡ് ഫോം. ഇത് ഐ വെന്റ് സംവെയർ എൽസ്. ഐ വെന്റ് സംവെയർ എൽസ്. ഞാൻ വേറെ എവിടെയോ പോയിരുന്നു. ഞാൻ വേറെ എവിടെയോ പോയിരുന്നു എന്നായി. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് വാട്ട് ടൈം. എന്താണ് വാട്ട് ടൈം? ഞാൻ ചോദിക്കാം, വാട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഏത് സമയം? നിങ്ങൾ ഇന്ന് രാവിലെ ഏത് സമയത്താണ് എണീറ്റത്? വാട്ട് ടൈം ഡിഡ് യു ഗെറ്റ് അപ്പ്? വാട്ട് ടൈം ഡിഡ് യു ഗെറ്റ് അപ്പ് ദിസ് മോർണിംഗ്? നിങ്ങൾ ഏത് സമയത്താണ് ഇന്ന് രാവിലെ നിങ്ങൾ എണീറ്റത്? സമയം. അപ്പോൾ വേണം യെസ് ഐ ഗോട്ട് അപ്പ്. ആൻസർ പറയുമ്പോൾ ഗെറ്റ് അപ്പ് അല്ല, ഗോട്ട് അപ്പ്. ഐ ഗോട്ട് അപ്പ് അറ്റ് 7 o'clock ദിസ് മോർണിംഗ്. ഐ ഗോട്ട് അപ്പ്, ഗോട്ട് അപ്പ്. ഐ ഗോട്ട് അപ്പ് അറ്റ് 7 o'clock ദിസ് മോർണിംഗ്. സിമ്പിൾ അല്ലേ? ഇനി ഞാൻ ചോദിക്കുകയാണ് ഹൗ മെനി. ഓക്കെ, ഹൗ മെനി അല്ലെങ്കിൽ ഹൗ മച്ച്. ഹൗ മെനി നമ്മൾ ഉപയോഗിക്കും കൗണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി. അതുപോലെ ഹൗ മച്ച് നമ്മൾ ഉപയോഗിക്കും കൗണ്ട്, എണ്ണാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി. ഓക്കെ, ഞാൻ പറയാണ്, നിങ്ങൾ ഇന്നലെ എത്ര പേനയാണ് വാങ്ങിയത്? നിങ്ങൾ ഇന്നലെ എത്ര പേനയാണ് വാങ്ങിയത്? അപ്പോൾ പറയാം യെസ് ഹൗ മെനി പെൻ. എന്താണ്? ഹൗ മെനി കൂടെ ചേർക്കണം, നൗൺ ചേർക്കണം. ഹൗ മെനി പെൻസ്. ഹൗ മെനി പെൻസ് ഡിഡ് യു ബൈ? BY വാങ്ങുക. ഹൗ മെനി പെൻസ് ഡിഡ് യു ബൈ യെസ്റ്റർഡേ? ഹൗ മെനി പെൻസിൽസ് ഡിഡ് യു ബൈ യെസ്റ്റർഡേ? അപ്പോൾ പറയുമ്പോൾ ഉത്തരം പറയുമ്പോൾ ഐ ബോട്ട്, വാങ്ങി. ഐ ബോട്ട് 2 pencils yesterday. ഐ ബോട്ട് 2 pens yesterday. ഓക്കെ, അങ്ങനെ പറയാം. ക്ലിയർ? ഇനിയാണ് ഹൗ മച്ച്. ഹൗ മച്ച് എത്ര, എണ്ണാൻ കഴിയാത്തത്. ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഇന്നലെ എത്ര പണമാണ് എനിക്ക് തന്നത്? നിങ്ങൾ ഇന്നലെ എത്ര പണമാണ് എനിക്ക് തന്നത്? അപ്പോൾ പറയാം ഹൗ മച്ച് മണി. ഹൗ മച്ച് മണി ഡിഡ് യു ഗിവ് മീ യെസ്റ്റർഡേ? ഹൗ മച്ച് മണി ഡിഡ് യു ഗിവ് മീ യെസ്റ്റർഡേ? ഗിവ് മീ യെസ്റ്റർഡേ. അപ്പോൾ ഞാൻ പറയും യെസ് ഐ ഗേവ് യു. ഗിവ് അല്ല, ഗേവ് സെക്കൻഡ് ഫോം. ഐ ഗേവ് യു 1000 rupees. ഐ ഗേവ് യു 2000 rupees യെസ്റ്റർഡേ. ഐ ഗേവ് യു 5000 rupees യെസ്റ്റർഡേ. ഇതുപോലെ നമുക്ക് എത്രയും ചോദ്യങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ യു ഉപയോഗിക്കാൻ കാരണം സാധാരണ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യുനോടാണ് നമ്മൾ ചോദ്യം ചോദിക്കുക. അപ്പോൾ നമുക്ക് ഏത് ഉപയോഗിക്കാം കേട്ടോ, ഏത് ഉപയോഗിക്കും. ദേ ഉപയോഗിക്കാം, വി ഉപയോഗിക്കാം, ഷി ഉപയോഗിക്കാം, ഹി ഉപയോഗിക്കാം, ഏത് ഉപയോഗിക്കാം എന്നാണ്. അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യാം, നിങ്ങൾ ഈ ഒരു ടേബിളിൽ മാത്രം ഒതുക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള 100 കണക്കിന് 100+ വെർബുകളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. തീർച്ചയായിട്ടും ചുരുങ്ങിയത് ഒരു 20എണ്ണെങ്കിലും 20ഓ 25ഓ ചോദ്യങ്ങൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ചോദ്യങ്ങൾ ഇടുക. അതുപോലെ അതിൻ്റെ ആൻസറും കൊടുക്കണം. ചോദ്യങ്ങൾ മാത്രമല്ല, ആൻസറും കൊടുക്കണം. അപ്പോഴേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ ചോദ്യത്തിൽ ഡിഡ് വന്നു, ഡിഡ് കൂടെ ഒരു ഫസ്റ്റ് ഫോം. പക്ഷേ നമ്മൾ ആൻസർ പറയുമ്പോൾ ഒരു ഫസ്റ്റ് ഫോം അല്ല, അതിൻ്റെ കൂടെ സെക്കൻഡ് ഫോം ആണ് വരേണ്ടത്. ഓക്കെ, താങ്ക് യു എവരിവൺ.